എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ MySQL പാർട്ട് 8 ആണ് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന DDL കമാൻഡ്സ് ആണ്. DDL കമാൻഡ്സ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്രിയേറ്റ് ടേബിൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഓൾട്ടർ ടേബിൾ. ഓൾട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടേബിളിൽ പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യാം. ഇത്രയും ഓപ്പറേഷൻസ് ആണ് ഉള്ളത്. ആഡിങ് ന്യൂ കോളം ഇൻ എക്സിസ്റ്റിംഗ് ടേബിൾ, ഡ്രോപ്പിംഗ് എക്സിസ്റ്റിംഗ് കോളം ഫ്രം ടേബിൾ, അതായത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം, ഏതെങ്കിലും കോളം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. മോഡിഫൈയിങ് കോളം ഡെഫിനിഷൻ ഇൻ ടേബിൾ, നമുക്ക് മോഡിഫൈ ചെയ്യാം. അതായത് സാധാരണ കേസിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ സൈസ് ചേഞ്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ മോഡിഫൈയിൽ. ഇനി ചേഞ്ച് ദി നെയിം ഓഫ് കോളം, അപ്പോൾ അതിപ്പോൾ നെയിം എന്നോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ റോൾ നമ്പർ എന്നുള്ളത് റോൾ നമ്പർ നമുക്ക് രജിസ്റ്റർ നമ്പർ ആക്കണം, അങ്ങനെ കോളം ചേഞ്ച് ചെയ്യാം. ആഡിങ് ഓർ ഡ്രോപ്പിംഗ് കൺസ്ട്രെയിൻസ് ആഫ്റ്റർ ടേബിൾ ക്രിയേഷൻ, അതായത് നമ്മൾ കൺസ്ട്രെയിനെ പറ്റി ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. പ്രൈമറി കീസ്, ഫോറിൻ കീ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അവിടെ നമ്മൾ കൺസ്ട്രെയിൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോട്ട് നള്ളും പ്രൈമറി കീ ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ്. ആ സമയത്ത് കൺസ്ട്രെയിൻ മറന്നുപോയി എങ്കിൽ നമുക്ക് പിന്നീട് ക്രിയേറ്റ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളതാണ് ആഡിങ് ഓർ ഡ്രോപ്പിംഗ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം, ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് ഫസ്റ്റിന് പഠിക്കുന്നത് ആഡിങ് ന്യൂ കോളം, പുതിയൊരു കോളം ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നിലവിൽ ഒരു ടേബിളാണ് ABC ലിമിറ്റഡ് ടേബിൾ. നമ്മൾ DSSC കമാൻഡ് യൂസ് ചെയ്യുന്ന ടേബിളിന്റെ സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് EMP നമ്പർ, നെയിം, ഡിപ്പാർട്ട്മെന്റ്, സാലറി, ഇത്രയും ഫീൽഡ് നെയിമാണ് നമുക്കുള്ളത്. ഇതിലേക്ക് നമുക്കൊരു പുതിയൊരു ഫീൽഡ്, അതായത് ഓൾട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേബിളിൽ തന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരു കോളം ക്രിയേറ്റ് ചെയ്യാൻ, ടേബിളിന്റെ സ്ട്രക്ചറിൽ തന്നെ ചേഞ്ച് വരുന്നതിനെയാണ് DDL കമാൻഡ്, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. പുതിയൊരു കോളം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഓൾട്ടർ ടേബിൾ, ടേബിളിന്റെ നെയിം, ആഡ് കോളം നെയിം, ഡാറ്റ ടൈപ്പ്, അതാണ് അതിന്റെ സിൻടാക്സ്. അപ്പോൾ ഓൾട്ടർ ടേബിൾ ABC ലിമിറ്റഡ്, അതാണ് ടേബിൾ നെയിം. ആഡ്, അപ്പോൾ ഓൾട്ടർ ടേബിളിന്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആഡ് എന്ന കീവേഡ്. അപ്ഡേറ്റ് നമ്മൾ യൂസ് ചെയ്തപ്പോൾ സെറ്റ് യൂസ് ചെയ്തു, ഇൻസേർട്ട് യൂസ് ചെയ്തപ്പോൾ ഇൻടു വാല്യൂസ് യൂസ് ചെയ്തു. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആഡ്. നമ്മൾ ഏത് കോളമാണ് ആഡ് ചെയ്യേണ്ടത് അതിന് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഓൾട്ടർ ടേബിൾ ABC ലിമിറ്റഡ് ആഡ്, അപ്പോൾ കോളം നെയിം ആണ് ഇത് ഡെസിഗ്നേഷൻ, ഡാറ്റ ടൈപ്പ് ആണ് VRCHR of 20. അപ്പൊ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യാം. DDL കമാൻഡ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ടേബിളും കൂടി യൂസ് ചെയ്യാം. അതായത് ക്രിയേറ്റ് ടേബിള്, ഓൾട്ടർ ടേബിള്, ഇനി ഡ്രോപ്പ് ആണെങ്കിൽ ഡ്രോപ്പ് ടേബിള്. ഇത് മൂന്നാണ് നമ്മൾക്ക് മെയിനായിട്ട് DDL കമാൻഡ്സ് എന്ന് പറയുന്നത്. ഡെസിഗ്നേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഡെസിഗ്നേഷൻ എന്നുള്ള ഫീൽഡും കൂടി നമുക്ക് ഇൻസേർട്ട് ചെയ്ത് വന്നു. നെക്സ്റ്റ് ആണ് ഡ്രോപ്പിംഗ് കോളം. നമുക്ക് ഏതെങ്കിലും കോളം നമുക്ക് ഡിലീറ്റ്, അതും നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിൽ ചേഞ്ച് വരുന്ന. ഇപ്പം നമ്മൾ ഡെസിഗ്നേഷൻ എന്ന കോളം, ഒരു പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ ഡിലീറ്റ് ചെയ്യണമെങ്കിലാണ് നമ്മൾ ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം ABC ലിമിറ്റഡ്, ഡ്രോപ്പ്, ഏത് ഫീൽഡാണോ ഏത് കോളം നെയിമാണോ ആ കോളം നെയിം കൊടുത്താൽ മതി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആ ഡെസിഗ്നേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഡെസിഗ്നേഷൻ പോയിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് ടേബിളിന്റെ സ്ട്രക്ചർ കാണാനുള്ള കമാൻഡാണ് DSSC. നെക്സ്റ്റ് ആണ് മോഡിഫൈയിങ് കോളം. മോഡിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ സൈസ്. ഇപ്പം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ 30 ആണ് നെയിമിന് നമ്മൾ കൊടുത്തിരിക്കുന്ന സൈസ്. നമുക്കിത് മോഡിഫൈ ചെയ്യാം. മോഡിഫൈ ചെയ്യുമ്പോൾ ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, മോഡിഫൈ, ആഡിന് പകരമാണ് ഇവിടെ മോഡിഫൈ. ഇനി ഏത് കോളത്തിൻ്റെയാണ്? നെയിം കോളം, VRCHR 40. അപ്പം നമ്മൾ പിന്നീട് നമ്മൾ ടേബിളിന്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ അവിടെ നെയിമിന്റെ സൈസ് 40 ആയിരിക്കും. അതാണ് നമുക്ക് മോഡിഫൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ചേഞ്ചിങ് കോളം നെയിം. അത് കോളം നെയിം എങ്ങനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് നെയിം, ഈ നെയിം നമുക്കിപ്പോൾ ഈ നെയിം ആക്കി മാറ്റണം. ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ചേഞ്ച്, മോഡിഫൈഡ് സ്ഥാനത്ത് ചേഞ്ച്, ഓൾഡ് നെയിം. ഫസ്റ്റ് നമുക്ക് ഓൾഡ് നെയിം ആണ്, അതിനുശേഷം ന്യൂ നെയിം, സൈസ്. ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ചേഞ്ച്, ഓൾഡ് നെയിം, സ്പേസ്, ന്യൂ നെയിം. ഇനി അതിന് സൈസ് കൊടുക്കുക. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഈ നെയിം എന്നായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. നെക്സ്റ്റ്
ആഡിങ് കൺസ്ട്രെയിൻസ്. ഇപ്പൊ നമുക്ക് പ്രൈമറി കീ സെറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതായത് നമ്മൾ ടേബിൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ എക്സിസ്റ്റിംഗ് ടേബിളിലാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്ക് പ്രൈമറിക്ക് ഇത് വേണമെങ്കിൽ ഓൾട്ടർ ടേബിൾ emp ആഡ് ഇപ്പൊ നമ്മൾ ഫീൽഡ് നെയിമിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൈമറി കീ ബ്രാക്കറ്റിൽ ഏതിലാണ് empno അത് വരുമ്പോൾ നമുക്ക് കീയുടെ സ്ഥാനത്ത് PRI എന്നുള്ള empnoയുടെ നേരെ PRI വന്നിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺസ്ട്രെയിൻസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഓൾട്ടർ ടേബിൾ emp ആഡിന്റെ പ്ലേസ് നമുക്ക് ഡ്രോപ്പ് പ്രൈമറി കീ എന്ന് കൊടുത്താൽ മതി. അവിടെ നമുക്ക് ഫീൽഡ് നെയിം ഒന്നും കൊടുക്കണ്ട, ഡ്രോപ്പ് പ്രൈമറി കീ എന്ന് നമുക്ക് കൊടുത്താൽ മതി. നെക്സ്റ്റ് ആണ് ഡ്രോപ്പ് ടേബിൾ. അതാണ് നമുക്ക് അടുത്ത ഡീറ്റെയിൽ കമാൻഡ്സ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൽ. അതിൽ ഡ്രോപ്പ് ടേബിൾ, അപ്പൊ ക്രിയേറ്റ് ടേബിൾ, ഓൾട്ടർ ടേബിൾ, ഡ്രോപ്പ് ടേബിൾ, ഇത് മൂന്നെണ്ണം മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക ഡീറ്റെയിൽ കമാൻഡ്സ്. ബാക്കി നമുക്ക് അപ്ഡേറ്റ്, ഇൻസേർട്ട് എല്ലാം നമുക്ക് DML കമാൻഡ്സ് ആണ്. ഡ്രോപ്പ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ആവുക, അതായത് നമുക്ക് ഒരു ഡാറ്റാബേസിലുള്ള ടേബിൾസിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. നമ്മൾ ഡിലീറ്റ് കമാൻഡ് യൂസ് ചെയ്തപ്പോൾ അവിടെ റോസ് ആണ്, നമുക്ക് അത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഡിലീറ്റും ഡ്രോപ്പ് നമ്മൾ വ്യത്യാസം. ഡിലീറ്റ് കമാൻഡ് ആണെങ്കിൽ നമുക്ക് അതിലുള്ള റോസ് എല്ലാം ഡിലീറ്റ് ആവും, പക്ഷെ ടേബിളിന് നെയിം, അതായത് അതിന്റെ സ്ട്രക്ചർ അവിടെ കിടപ്പുണ്ടാവും. പക്ഷെ ഡ്രോപ്പ് ടേബിൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ സ്ട്രക്ചറും കൂടി റിമൂവ് ആവും. ഡ്രോപ്പ് ടേബിൾ നെയിം എക്സാമ്പിൾ ഡ്രോപ്പ് ടേബിൾ emp. അപ്പൊ എപ്പോഴും നമ്മൾ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിലീറ്റ് ആൻഡ് ഡ്രോപ്പ്. അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്ഡേറ്റ് ആൻഡ് ഓൾട്ടർ. നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. നമ്മുടെ ടേബിൾ ആണ്, യൂസ് ABC ഡാറ്റാബേസ് ആണ്. നമ്മൾ ABC ഡാറ്റാബേസ്, ABC സെലക്ട് സ്റ്റാർ ഫ്രം ഐറ്റം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ ഐറ്റം നമ്പർ, ഐറ്റം നെയിം, ക്വാണ്ടിറ്റി. ഇപ്പോൾ പ്രൈസ് എന്ന് പറഞ്ഞൊരു കോളം നമ്മൾ പുതിയതായിട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ കൊടുക്കുക ഓൾട്ടർ ടേബിൾ നെയിം ഐറ്റം ആഡ്. നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ആണെങ്കിൽ പ്രൈസ് ഇൻഡ് എൻ്റർ ചെയ്യാം. ഇതിൻ്റെ ടേബിളിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം കൊടുത്താലും മതി. പ്രൈസ് എന്ന് പറഞ്ഞാൽ നള്ളായിട്ടുള്ള ഇത് നമ്മൾ വരുമ്പോൾ ഇനി ഇതിലേക്ക് വാല്യൂ ആഡ് ചെയ്യാനാണ് നമ്മൾ അപ്ഡേറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ടേബിളിന്റെ സ്ട്രക്ചർ എടുത്താലും മതി ഐറ്റം. ഇപ്പൊ ടേബിളിന്റെ സ്ട്രക്ചർ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മൾ ആഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ നമുക്ക് അതിനാണ് നമ്മൾ ഡ്രോപ്പ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഡ്രോപ്പ് കമാൻഡ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡ്രോപ്പ്. നമ്മൾ ഓൾട്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡ് യൂസ് ചെയ്യേണ്ട, പ്രൈസ് എന്ന് കൊടുത്താൽ മതി. എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുമ്പോൾ ഇനി നമ്മൾ DSC യൂസ് ചെയ്യുമ്പോൾ DSC ഐറ്റം കൊടുക്കുവാണെങ്കിൽ അവിടെ പ്രൈസ് നമുക്ക് ഡിലീറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ ഡാറ്റ ടൈപ്പ് നമ്മൾ കൊടുക്കേണ്ട ഡിലീറ്റ് ആവുമ്പോൾ, ഡ്രോപ്പ് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് മോഡിഫൈ ചെയ്യണം. അവിടെ ക്യാർ 20 എന്നാണ്. നമുക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ITN ക്യാർ ഓഫ്. ഇപ്പോൾ 30 ആണെങ്കിൽ 30 കൊടുക്കണമെങ്കിൽ 30 കൊടുക്കുക. DSC കൊടുക്കുമ്പോൾ അവിടെ ക്യാർ 20 ആയിരുന്നു, മോഡിഫൈ ചെയ്തപ്പോൾ നമുക്ക് 30 ആയി. ഇനി നമുക്ക് പ്രൈമറിക്ക് ഓൾറെഡി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരു ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൈമറിക്ക് പഠിച്ചാൽ മതി. ഇനി ഇതിലെ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ മിരാനം വാണ്ട്സ് ടു റിമൂവ് ദ എൻറ്റയർ കണ്ടന്റ് ഓഫ് എ ടേബിൾ ബാക്കപ്പ് along with its structure to release the storage space. What MySQL statement should she use? റിമൂവ് ചെയ്ത് കളയണം. അപ്പം റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണെന്നുള്ളതാണ്. അതാണ് ഡ്രോപ്പ് ടേബിൾ ബാക്കപ്പ്. ടേബിൾ നെയിമാണ് ബാക്കപ്പ്. While creating the table students last week, Shama forgot to include the column game played എന്നുള്ള കോളം. Now write a command to insert the game played column with the varchar data type and 30 size into the students table. അപ്പൊ നമുക്കൊരു പുതിയൊരു കോളം ആഡ് ചെയ്യുകയാണ്. കോളത്തിന്റെ നെയിമാണ് ഗെയിം പ്ലേഡ്. അപ്പോൾ ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്, ടേബിൾ നെയിം ആഡ് ഗെയിം പ്ലേഡ് varchar 30. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. While creating a table customer, Sibrita forgot to set the primary key for the table.
Give the statement which she should write now to set the column. Custodial നമ്മൾ primary key set ചെയ്യണം as the primary key of the table. അപ്പോൾ alter table customer name the table name ആണ്. Add primary key ബ്രാക്കറ്റിലാണ് custody യൂസ് ചെയ്യേണ്ടത് semicolon. Write a SQL command to remove column named hobbies from a table named student. Alter table student drop delete and drop hobbies. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. നമ്മൾ സാധാരണ കേസിൽ MySQL ക്വസ്റ്റ്യൻസിൽ ഒരു 5 ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണം ഓൾട്ടർ ചെയ്യാനായിരിക്കും മിക്കവാറും കേസിൽ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനായിരിക്കും. ഇത് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഓൾട്ടർ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൈമറി കീ സെറ്റ് ചെയ്യാൻ കൺസ്ട്രൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ എപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് പറഞ്ഞ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിലീറ്റ് ആൻഡ് ഡ്രോപ്പ്. ഡിലീറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾട്ടർ ആൻഡ് അപ്ഡേറ്റ്. ഇതാണ് നമുക്ക് DDL കമാൻഡ്സ്. നമ്മൾ മെയിൻ ആയിട്ട് DDL കമാൻഡ്സും DML കമാൻഡ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരെ കൂടി പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.